പടം പ്രതീക്ഷ വന്നാൽ ഇപ്പോൾ കോമഡി പടമായിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെയൊക്കെ ആയിട്ട് ജട്ടി കാണിച്ചിട്ടിരിക്കുകയാണ്. ഫഹദ് രണ്ടുപേരും ഫഹദാണ് ഉയർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 1000 കോടി അടിക്കുള്ളതെന്നല്ല, ഒരു 1500 അടി എന്നാലേ അടിക്കും. പടം പ്രതീക്ഷ വന്നാൽ ഇപ്പോൾ കോമഡി പടമായിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെയൊക്കെ ആയിട്ട് ജട്ടി കാണിച്ചിട്ടിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. നല്ലൊരു പടം പുഷ്പ മസ്തിന്റെ പ്രതീക്ഷയിൽ വന്നു. സെക്കൻഡ് ഹാഫിന്റെ മുകളിലോട്ട് കൊണ്ടെത്തിക്കുന്ന കോമഡി ആക്കിയിട്ട് ലാസ്റ്റ് പുഷ്പരാജിന്റെ മോന്റെ പേര് കുഞ്ഞു പേരായി തരാൻ അതിന് വരെ കോമഡി. தளபதி ஃபேன்ஸ் தரமாக இருக்கும். அல்லூர் எப்படி இருக்கு? அடிப்பு செம்ம நடிப்பு. അപ്പുറത്താ മെയിൻ ഫഹദാ മെയിൻ செம்மையாக ഫഹദാണോ അല്ലു അർജുനാണോ അടിച്ചു പൊളിച്ചത്? நல்லா இருக்கு. அல்லு அர்ஜுன் நம்ம ஹீரோ பெரிய ഒരു തവണ കൂടെ കാണാൻ വരുമോ? ഒരു തവണ കൂടെ കാണാൻ വരുമോ? ഇന്നൊരു വാട്ടി പാക്ക് വരുമോ? 3 വാട്ടി ഒരു 2000 കോടി അടിക്കാനുള്ളതുണ്ടോ? 2000 കോടി അടിക്കുള്ളതെന്നല്ല, ഒരു 1500 അടി എന്നാലേ അടിക്കും. പുഷ്പ വേൾഡ് ഫയർ തന്നെ. മാസം ആവശ്യത്തിനുണ്ട്, നല്ല മാസം സൂപ്പർ ആയിട്ടുണ്ട്. സ്റ്റെപ്പ് എടുക്കട്ടാ, സ്റ്റെപ്പ് എടുക്ക. പിന്നെ അന്നൊക്കെ വേറെ ഡയലോഗ് ഉണ്ട് കേട്ടോ. പുഷ്പല്ല ഡയലോഗ് എന്നറിയാമോ? ഈ സാരി ഉടുത്തോണ്ട് വരുമല്ലോ, സാരി ഉടുത്തോണ്ട് വന്നപ്പോഴത്തെ അന്നത്തെ ഡയലോഗ് ഞാൻ പറയണേ. ആണുങ്ങൾ സാരി ഉടുക്കുന്നത് ദേവിക്ക് നമ്മൾ നേർച്ച ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവി നടത്തി തരുമെന്നാണ് പറയുന്നത്. അതാണ് പുഷ്പ, അതാണ് അണ്ണ സാരി ഉടുത്തത്. മനസ്സിലായില്ലേ? അത് സിനിമയിലെ ഡയലോഗാണ്. എന്നാലും ആവറേജ് നോക്കുകയാണ്, കുറ്റം പറയുന്നില്ല. ഫസ്റ്റ് ആകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോയതാണ്. പക്ഷേ ഈ സ്റ്റണ്ട് നമുക്കൊന്ന് ചൊറിയാനും പറ്റൂല, കുറയാനും പറ്റൂല. സുരേഷ് പുഷ്പടാ പാവ. ഈ കോസ്റ്റ്യൂമെല്ലാം എനിക്ക് വാങ്ങിയതാരെന്ന് അറിയാമോ?
നമ്മുടെ ദൃശ്യം എന്നുള്ള നമ്മളെ ചങ്ക് പ്രോയുണ്ട്. ആ പ്രോയാണ് എനിക്ക് കോഫി വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞ് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഇനി വേറെ ഇനിയിപ്പോൾ ഞാൻ ആട്ടോ പിടിച്ചോട്ട് വന്നത് അതൊരു സമ്മതിച്ചു കൊടുക്കാനുള്ള പൈസ കൊണ്ടാണ് വന്നത്. ടൈമാ എന്തൊരു മാംഗോ ചില്ലിയാണ്. ഇത് മാംഗോ ചില്ലിയിൽ നമ്മൾ പിഴിഞ്ഞ് ഞാനും സുരേഷും നമ്മളെ ദൃശ്യയും ഓരോ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് രൂപയുടെ കൂടെ നമ്മൾ അടിക്കും. പിന്നെ അല്ലാതെ ഇത് തൂക്കണം. കുഴപ്പമില്ല കേട്ടാ, കുഴപ്പമില്ല. എന്നാലും സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടാ, ഒന്നും പറയാനില്ല. പിന്നെ അവിടെ ലാസ്റ്റ് ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഡാൻസ് അതൊന്നും പറയാനില്ല, എല്ലാവരൊന്നും പറയാനില്ല. നല്ല ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം വന്ന് ഡാൻസിലൊരു സ്റ്റെപ്പ് മേക്കപ്പൊക്കെ 1 മണിക്ക് ഞാൻ എണീറ്റായിരുന്നു. 1 മണിക്ക് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഒരു വിധത്തിൽ ശരിയാവും. അവസാനം പിന്നെ സാരി കൊടുത്തിട്ട് ശരിയാവും. എല്ലാം കൂടെ ചിലപ്പോൾ 3 മണി. പിന്നെ വീണ്ടും സാരി കൊടുത്താൽ എൻ്റെ ഭാര്യ കഴിഞ്ഞിട്ട് വീണ്ടും 1 മണിക്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതലും 3:30 മണിയായി. 3:30 സുരേഷിനെ കണ്ടിട്ടുണ്ടോ? മാംഗോ ചില്ലിയില. ഇതാണ് സുരേഷ്. എങ്ങനെയാണ് അടിച്ച് പറഞ്ഞാണോ ഹോട്ടലാണ് ഹോട്ടൽ. ഓ എനിക്ക് ഹോട്ടൽ തന്നെയാണ്. പിന്നെ അല്ല അതുപോലെ പറയുന്ന വലിയ ഹോട്ടൽ തന്നെ പോകും. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കാരും കിട്ടുന്നില്ല. ഞാൻ പ്രയോഗമൊക്കെ തന്നെ നമ്മളെ ഉപജീവനമാണ്. ഓക്കെ നിങ്ങളെ സുമേഷിനെ കാണണ്ടേ? മാംഗോ ചില്ലിയില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുമേഷ് കങ്കു ലെവലായോ? അതിന് മുകളിലാണോ? എങ്ങനെയാണ്? ഇല്ല കങ്കു ലെവലൊന്നും ആയിട്ടില്ല. മര്യാദയ്ക്ക് അവർ സൗണ്ട് പിടിച്ചിട്ടുണ്ട്. DSP തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റസൂൽ പോക്കറ്റി
അഡ്വാൻസ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് പറഞ്ഞിരുന്നത് ഈ പടം ഇങ്ങനെയാണ്, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ തിയേറ്ററുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരുത്തരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാക്ക് മാറ്റം വരുന്നത്. കാരണം മാസം കാണിക്കാനെല്ലാം കഴിഞ്ഞു, പിന്നെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തൊരു ചെറിയൊരു അവസ്ഥ വന്നു. അപ്പം അവിടെ ഒരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പിടിച്ച് വരയ്ക്കാനുള്ള ദേശീയ ക്യാരക്ടർ പടമൊക്കെയാണ്. ഇല്ല അങ്ങനത്തെ രീതിയിലൊന്നും ആയിട്ടില്ല. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭോജ്പൂരി സിനിമ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ എടുത്ത ഒരു ഭോജ്പൂരി സിനിമകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ ബീഹാർ, ജാർഖണ്ഡിൽ അവിടെ പോയി കഴിഞ്ഞാൽ യു.പി, ബീഹാർ ആ ഒരു സെറ്റപ്പ് വലിയ സ്ക്രീനിൽ എടുത്തിരിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചു വന്നു. ആ ഒരു പക്ഷേ അതിൻ്റെ അപ്പോൾ എക്സ്പെക്ടേഷൻ അത്രയും ലോ ലെവലിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ മാസ് എലമെന്റ്സ് എല്ലാം കാണിക്കുന്നു. ഫഹദ് വീർത്തോ അല്ലുവിന്റെ മുന്നിൽ? ഫഹദ് രണ്ടുപേരും ഫഹദാണ് ഉയർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതൊരു പറയുന്നില്ല ഞാൻ, കാരണം നമുക്ക് ഇപ്പൊ ഒരു ആ സാരി ലുക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു ഇതാണ്. കേരളത്തിൽ തന്നെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കങ്കുവ ലെവൽ തീർച്ചയായിട്ടും എപ്പോ കങ്കുവ തന്നെയാണ്. ജസ്റ്റ് ആവറേജ് ലെവലുള്ള പടം. അതുപോലെ തന്നെ സാരി കൊടുത്തത് കുറേ അടുത്ത് കോമഡി ആയിട്ടുണ്ട്. ഒരുമാതിരി നമ്മൾ തമ്പാനൂരും ഓവർ പിച്ചിലൊക്കെ സാരി കൊടുത്ത ആൾ നിൽക്കുന്ന ഒരു ഇതിലാണ്. പിന്നെ രണ്ടാമത് സീക്വൻസ് സാരി ഇട്ട് ഒരു ലേവിയുടെ റോളിൽ വരുന്നത് അത് കൊള്ളാം. ആ ഒരു സൈഡിൽ നന്നായിട്ടുണ്ട്. അല്ലാതെ പടം ഓവറോൾ ആവറേജ് ആണ്. രശ്മിക മന്ദാന ഓവർ ആക്ടിങ് കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരു ഓവർ എക്സ്പോസർ, ഒരാവശ്യമില്ലാത്തടത്ത് ഓവർ എക്സ്പോസറും ഓവർ ആക്ടിങ്ങും ഒട്ടും ഓഡിയൻസിന് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലാണ് രശ്മിക മന്ദാന ആക്ടിങ്. പിന്നെ അതുപോലെ അല്ലുഅർജുൻ്റെ പാച്ചസുള്ള ഫസ്റ്റ് പാസിൽ നന്നായിട്ടുണ്ട്. പല പാച്ചസിലും പടം ക്രിഞ്ചാണ്. വലിയ സർപ്രൈസ് എല്ലാം ഒന്നുമില്ല. അങ്ങനെ ജസ്റ്റ് വൺ ടൈം വാച്ച് ആയിട്ട് ഒരു ആവറേജ് പടമായിട്ട് പോയി കാണും. അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. എക്സ്പെക്ടേഷനൊന്നും വരണ്ട. അത്രേ ഉള്ളൂ.